അങ്ങനെ കത്തൊക്കെ കിട്ടി. കത്തിൽ അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് തെറാപ്പിനെ കുറിച്ചിട്ടായിരുന്നു. എത്രത്തോണ്ട് സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നോ, സ്പീച്ച് തെറാപ്പിയിലൂടെ അവനക്ക് സംസാരം പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നും ഉറപ്പായിട്ടും അവനക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നും നമുക്കപ്പോൾ മനസ്സിലായി. ആ കത്തിൽ നിന്ന് മനസ്സിലായി. പിന്നെ അതേപോലെ തെറാപ്പിയാണ് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം ഇവർക്ക് എന്നുള്ളത് എനിക്ക് ആ കത്ത് വായിച്ചപ്പോൾ മനസ്സിലായി. പിന്നെ നമ്മൾ അതായത് ഉമ്മ എപ്പോഴും അവൻ്റെ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും അവനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടും ആ കത്തിലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തെറാപ്പി കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇവനിക്ക് തെറാപ്പിയിലൂടെ ഇനി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മരുന്നുണ്ടായിരുന്നു, അറ്റൻട്രോൾ 10 പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അവനിക്ക്. അത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. കാരണം നല്ല ഹൈപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. നമുക്ക് ശരീരം നല്ല വേദനിക്കും ഇവൻ്റെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ. അപ്പോൾ മാത്രം ഞാൻ എന്താ പറയുക, കുറച്ച് എന്തെങ്കിലും ഒരു കാരണം ചിലപ്പോൾ മുടിയൊക്കെ പിടിച്ച് വലിക്കും, എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കും. പിന്നെ എന്താ പറയുക, കാരണം എനിക്ക് ഹൈപ്പർ ഒതുങ്ങില്ല. ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് ഓടാൻ സാധിക്കില്ല, പിന്നാലെ കൈ കിട്ടിയതൊക്കെ എറിയും എടുക്കും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമായിരുന്നു ചെറുപ്പത്തിൽ, ഒരു 4-5 വയസ്സൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇത്തിരി ഉറങ്ങണമെന്ന് തോന്നും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ എന്താ കാട്ടും, ചെറിയൊരു ഹൈപ്പറിൻ്റെ അറ്റൻട്രോൾ 10 കൊടുത്തിട്ട് അവന് ഉറങ്ങും. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, രാത്രി കൊടുത്തുകഴിഞ്ഞാൽ രാവിലെ 10 മണി 11 മണി വരെയൊക്കെ ഉറങ്ങും. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഗുളിക എന്താ പറയുക ഇവനെ ഉറക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഞാൻ അക്ബർ ഖാൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇനി എന്താണ് ഇവനെ മുന്നോട്ട് വരാണ്ട് നമുക്കിനി എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ ഇവനെ മുന്നോട്ട് കൊണ്ടുവരേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കോങ്ങാട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പാലക്കാട്ടോട്ട് താമസം മാറ്റി അവിടെ ഒരു സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു, CM സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെൻറ്റർ പറഞ്ഞിട്ട്. അവിടെ ഞങ്ങൾ ഇവനെ സ്പീച്ചിന് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ സ്പീച്ചിന് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു, എങ്ങനെ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഞാൻ അവിടെ കൊടുത്ത സ്പീച്ചിനേക്കാൾ കൂടുതൽ ഞാൻ നിഹാലിന് എൻ്റെ വീട്ടിൽ കൊടുക്കാൻ തുടങ്ങി, ഞാൻ തന്നെ കൊടുക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി നമ്മളാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളൂ, അല്ലാണ്ട് വേറെ ആരും ഇങ്ങനെയുള്ള ഒരു കുട്ടിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് അവനക്കൊരു 4-5 വയസ്സായപ്പോൾ തന്നെ എനിക്കത് കറക്റ്റായി മനസ്സിലായി. പിന്നെ ഞാൻ ഇവൻ്റെ പിന്നാലെന്ന് കൈ വിട്ടിട്ടില്ല. ഇവൻ എന്ത് ഹൈപ്പറാണെങ്കിലും ഈ ഹൈപ്പർ ഒതുക്കാൻ ഞാൻ ആദ്യം കണ്ടെത്തിയൊരു മാർഗം ഇവനെ പിടിച്ച് എൻ്റെ ഒക്കത്തിരുത്തുക എന്നുള്ളതായിരുന്നു. ഞാൻ മാക്സിമം നിഹാലിനെ എൻ്റെ ഒക്കത്തിരുത്തും. കാരണം ഒക്കത്തിരുത്തിയിട്ടായിരിക്കും എല്ലാ പണിയും ചെയ്യുക. ഞാൻ വീട്ടിലെ പണികളായാലും അടുക്കളയിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതിപ്പം മിക്സിയിൽ അരിക്കുകയാണെങ്കിലും ഒക്കെ ഇവനെ പിടിച്ചിരുത്തിയിട്ട് അതേപോലെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ അവനെ അടുത്തിരുത്തും. എന്നിട്ട് അവനെ അടുത്തിരുത്തിയിട്ട് ആ മീൻ, ഇപ്പം ഒരു മീൻ പൊരിക്കുകയാണെങ്കിൽ കൂടി ആ മീനിനെ കുറിച്ചിട്ടുള്ള കഥ അവനക്ക് പറയും. മീൻ ഇങ്ങനെ പൊരിക്കണ കണ്ടോ, ഇങ്ങനെ പൊരിക്കുമ്പോൾ ഇങ്ങനെ അതിൽ നമുക്ക് അതിനെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, അതിനെ കൊല്ലണം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവനെ ആ മീനിൽ ശ്രദ്ധിപ്പിച്ചിട്ട് അപ്പോൾ അവനിങ്ങനെ ആ മീനിലിങ്ങനെ നോക്കും. പിന്നെ അതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പച്ചക്കറി എടുക്കുകയാണെങ്കിൽ നിഹാലിനോട് ഇത് ഉരുളക്കിഴങ്ങ്, ഇത് തക്കാളി, അങ്ങനെ ഉരുളക്കിഴങ്ങിന്, തക്കാളിക്ക്, പച്ചമുളകിന് ഒക്കെ നമ്മൾ ഓരോ ആൾക്കാരനെ പോലെ അവനെ ഞാൻ കഥ പറയാൻ തുടങ്ങി. അതിനൊക്കെ ഓരോ കഥ ഉണ്ടാക്കിയിട്ട് ഞാൻ അവനെ അതിനൊക്കെ ശ്രദ്ധിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അവനക്ക് പല്ല് തേക്കാനൊന്നും അറിയുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒക്കത്തിരുത്തിയിട്ട് ഞാൻ എൻ്റെ ഒരു ബ്രഷ് ഞാൻ കൊടുക്കും, ഒരു ബ്രഷ് അവനിക്കും കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, ഉമ്മ പല്ല് തേക്കണുണ്ടോ, മാനുട്ടി പല്ല് തേക്ക്, നല്ല കുട്ടിയല്ലേ. അപ്പോൾ അവന് എൻ്റെ കൂടെ ഒപ്പം, അത് ഇവർക്ക് അനുകരണം കൂടുതലായിരുന്നു. നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അനുകരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് മുതലെടുത്ത് മാക്സിമം അവന് എൻ്റെ ഒക്കെ തന്നെ ഇരുന്നു. ഒരു 6-7 വയസ്സ് വരെ, 7-8 വയസ്സ് വരെയൊക്കെ എൻ്റെ ഒക്കെ തന്നെ ഇരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, ഇവനെ എപ്പോഴും ഒരു ശ്രദ്ധിക്കുന്ന സമയം ഉണ്ടായിരുന്നു. രാത്രി ഒരു 8-9 10 മണിക്കൊക്കെ ശേഷം ഞാൻ എല്ലാ വാതിലുകളും അടക്കും. പിന്നെ എനിക്ക് ഓടാനൊരു സ്പേസ് ഉണ്ടാവില്ല ഈ വീട്ടിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്ക് ചെറിയ 2 മുറിയുള്ളൊരു വീടാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് റൂമിൻ്റെ വാതിലും അടക്കും. ഞാൻ കിടക്കുന്ന സമയമാകുമ്പോൾ റൂമിൻ്റെ വാതിലും അടച്ചു കഴിഞ്ഞാൽ നിഹാൽ പെട്ടെന്ന് ഉറങ്ങില്ല. ഇവർക്ക് ഉറക്കം സ്വതവേ കുറവായിരിക്കും.
അപ്പം ഞാൻ ആ സമയത്താണ് നിഹാലിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. സംസാര പരിശീലനവും ടങ് എക്സസൈസും കാര്യങ്ങളും. ഈ ടങ് എക്സസൈസൊക്കെ നമുക്ക് തെറാപ്പിയിൽ നിന്നും പിന്നെ ആ കത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്, കത്തിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ നിഹാലിനെ ടങ് എക്സസൈസ്, നമ്മൾ ഐസിൻ്റെ കോലില്ല, ഒരു ഐസിൻ്റെ കോലൊക്കെ വെച്ചിട്ട് നിഹാലിൻ്റെ നാവൊക്കെ ഞാൻ അങ്ങോട്ട് ആക്കിയിട്ട് ഇങ്ങോട്ടാക്കിയിട്ട്, പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക തരിതരിപ്പുള്ള സാധനങ്ങളൊക്കെ തിന്നാൻ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ നിഹാലിനെ മുന്നോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അതേപോലെ പിന്നെ എന്താ പറയുക, ഈ രാത്രി സമയങ്ങളിൽ ഇവന് എന്താ പറയുക, ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഒരു പുസ്തകം വെച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കും. ഞാൻ പുസ്തകം വെച്ചിട്ട് കുറേ പിക്ചറുകൾ ഇങ്ങനെ ഒട്ടിക്കും ഞാൻ. എന്നിട്ട് ഒട്ടിച്ചിട്ട് അതിലൊക്കെ ഒരു കഥ, ആ പിക്ചറുകളൊക്കെ വെച്ചിട്ട് കഥ ഉണ്ടാക്കും. എന്നിട്ട് ആ കഥ വെച്ചിട്ട് ആ ഒരു കഥ കൊണ്ട് എനിക്ക് നമ്മൾ തന്നെ കുറേ ഇവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് തന്നെ ഒരു ഐഡിയ വേണം, എന്നാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനൊരു രണ്ട് കൊല്ലം ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു കഥ വെച്ചിട്ട്. പിന്നെ അതേപോലെ ഞാനൊരു ഈ ചെസ്റ്റിൻ്റെ, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉള്ള ഒരു പസിലുണ്ടായിരുന്നു. അത് ഞാൻ ബാംഗ്ലൂർ അവിടെ പോയപ്പോൾ വാങ്ങിയാണ്. അത് ഞാൻ റൂമിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു. ഒരു റൂമിൻ്റെ ഉള്ളിൽ തൂക്കിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇവരെ കൊണ്ട് തന്നെ അതൊക്കെ വെക്കും. അങ്ങനെ എനിക്ക് ഐ കോണ്ടാക്റ്റ് കിട്ടാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ബാക്കി അടുത്തതിൽ പറയാം.